കർത്താവിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല പ്രഭാതത്തിനായിട്ട് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഈ പ്രഭാത സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തയേശുവിൻ്റെ നാമത്തിൽ എൻ്റെ പ്രഭാത വന്ദനങ്ങളെ ഈ നിമിഷം അർപ്പിക്കട്ടെ. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 9-ാമത് വാക്യം. തൻ്റെ പുത്രനും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൂട്ടായ്മയിലേക്ക് നിങ്ങളെ വിളിച്ചിരിക്കുന്ന ദൈവം വിശ്വസ്തൻ. ഈ വാക്യങ്ങൾക്കായിട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കൊരിന്ത്യ സഭയ്ക്ക് 1-ാമത്തെ ലേഖന അപ്പോസ്തലനായ പൗലോസ് എഴുതുമ്പോൾ ആദ്യത്തെ 9 വാക്യങ്ങൾ മുഖവരിയായി പറഞ്ഞു വയ്ക്കുകയാണ്. അതിൻ്റെ അവസാനത്തെ ഭാഗമാണ് നമ്മൾ വായിച്ചത്. എന്തിനു വേണ്ടിയാണ് കർത്താവ് നമ്മളെ വിളിച്ചത്, എന്താണ് കർത്താവ് നമ്മളെ വിളിച്ചതിൻ്റെ ഉദ്ദേശം എന്നൊക്കെയാണ് ഈ വാക്യത്തിലൂടെ നമുക്ക് പരിശുദ്ധാത്മാവിൽ അപ്പോസ്തലനായ പൗലോസ് നൽകുന്ന വിശദീകരണം. എന്താണ് ഇവിടെ പറയുന്നത്? തൻ്റെ പുത്രൻ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൂട്ടായ്മയിലേക്ക് നിങ്ങളെ വിളിച്ചിരിക്കുന്ന ദൈവം വിശ്വസ്തൻ. അപ്പോൾ എന്തിനാണ് നമ്മളെ വിളിച്ച? കർത്താവുമായിട്ട് കൂട്ടായ്മ ആചരിപ്പാനാണ്, അല്ലെങ്കിൽ ഫെലോഷിപ്പ് വിത്ത് ക്രൈസ്റ്റ്, യേശുവിനോടൊപ്പം നമ്മൾ കൂട്ടായ്മ ബന്ധം പുലർത്തുവാൻ വേണ്ടിയാണ് കർത്താവ് നമ്മളെ, അല്ലെങ്കിൽ ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത് എന്നാണ് ഈ വാക്യത്തിലൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ തക്കവണ്ണം കഴിയുന്നത്, അല്ലേ? തിരുവചനം നമ്മൾ ശ്രദ്ധിക്കുന്ന സമയത്ത് ഒരു കാര്യം നമ്മൾ നിശ്ചയമായി തിരിച്ചറിഞ്ഞ് തന്നെ ആകണം. ഇവിടെ നമ്മൾ കർത്താവിൻ്റെ വേലയുടെ മുഖത്തും വിശ്വാസ ജീവിതത്തിലൊക്കെ നമ്മൾ കഴിയപ്പെടുമ്പോൾ നമ്മുടെ പലരുടെയും ജീവിതത്തിനകത്ത് ഉയർന്നു വരുന്ന ഒരു ചോദ്യമാണ്, നമ്മൾ എന്തിനാണ് ദൈവം വിളിച്ചത്, അല്ലേ? എന്താണ് നമ്മുടെ ഉത്തരവാദിത്വം? എന്തിനു വേണ്ടിയാണ് ഞാൻ സ്നാനപ്പെട്ടത്? എന്തിനു വേണ്ടിയാണ് കർത്താവിനെ ആരാധിക്കുന്നത് എന്നതിന് ഒറ്റ മറുപടിയെ തിരുവചനം പറയുന്നുള്ളൂ. യേശുക്രിസ്തുവുമായി ബന്ധപ്പെട്ടൊരു കൂട്ടായ്മ എന്ത് ചെയ്യുക, ആചരിക്കുക എന്നുള്ള ഒരു വിഷയമാണ് ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കപ്പെടേണ്ടത്. ശ്രദ്ധിക്കുന്നുണ്ടോ? അപ്പോൾ യേശുവുമായിട്ട് നമ്മൾ എന്ത് ചെയ്യുക, അതുകൊണ്ടാണ് ലവോദിക്യ സഭയോട് വെളിപ്പാടുകാരന് യോഹന്നാൻ പറയുന്നൊരു വെളിപ്പാടുണ്ട്. ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു, ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവനോടും അവൻ എന്നോടും കൂടെ യാത്ര. അപ്പോൾ അവിടെയും ഒരു ഫെലോഷിപ്പ്, കർത്താവുമായിട്ടുള്ള കൂട്ടായ്മ ബന്ധം നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയുന്നു. ഒരു ചർച്ചയിൽ വരുന്നതും ആരാധിച്ചു പോകുന്നതൊക്കെ ഈ കാലത്ത് അല്ലെങ്കിൽ ഈ ലോകത്തിൽ അനിവാര്യമായ കാര്യമാണ്. ദൈവത്തിങ്കിലേക്ക് നമ്മൾ നടത്തപ്പെടുന്നതിന് മുഖാന്തരങ്ങൾ ആവശ്യമാണ്, അല്ലേ? വിവിധ പ്രസ്ഥാനങ്ങൾ, വിവിധ സംഘടനകൾ ലോകത്തുണ്ട്. പക്ഷെ ആരുമായിട്ടാണ് നമ്മുടെ കൂട്ടായ്മ? സംഘടനകളും ബന്ധപ്പെട്ടാണോ, അല്ലെങ്കിൽ ഇന്ന് ഈ ലോകത്തിൽ കാണുന്ന സഭകൾ എന്ന് പേര് പറയുന്നവരുമായിട്ടാണോ നമ്മൾ പലപ്പോഴും കൂട്ടായ്മ ആചരിക്കുന്നത്? അങ്ങനെയാണെങ്കിൽ നിശ്ചയമായിട്ട് നമുക്ക് ആ ലക്ഷ്യപ്രാപ്തിയിലേക്ക് എത്തുവാൻ തക്കവണ്ണം കഴിയത്തില്ല. അക്ഷരീകമായി ഈ ലോകത്തിൽ പല സഭകളുമായി, പല സംഘടനകളുമായിട്ട് നമ്മൾ ബന്ധപ്പെട്ട് നിൽക്കുന്നു എങ്കിലും നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മളെ ദൈവം വിളിച്ചത് യേശുക്രിസ്തുവുമായിട്ട് കൂട്ടായ്മ ബന്ധം ആചരിക്കാൻ വേണ്ടിയാണ്. ആ വിളിച്ച ദൈവമാണ് വിശ്വസ്തൻ. സ്തോത്രം, ഹല്ലേലൂയ. ലോകത്തിൻ്റെ തലങ്ങളിലേക്കല്ല, ലൗകിക മേഖലകളിലേക്കല്ല, ദൈവത്തോടുള്ള ബന്ധത്തിൽ, ദൈവത്തോട് കൂട്ടായ്മ ആചരിച്ച്, കർത്താവിനോട് ചേർന്ന് വസിച്ച്, കർത്താവിനോട് സംസാരിച്ച്, കർത്താവിനോട് ഇടപെട്ട്, കർത്താവുമായി ജീവിതത്തിൽ ബന്ധം പുലർത്തി, കർത്താവിന് മുഖ്യസ്ഥാനം കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോകുവാൻ വേണ്ടിയാണ് സ്വർഗം നമ്മളെ വിളിച്ചത്. ആ വിളിയിൽ തുടരുവാൻ കർത്താവിൻ്റെ ആത്മാവ് നമുക്ക് കൃപ നൽകട്ടെ. പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, അനുഗ്രഹീതമായ ഈ നല്ല സമയത്തിനാണ് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഈ സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ തൃക്കരങ്ങൾ തരുന്നു. അവിടുന്ന് ശക്തിയോടെ നടത്തിയാട്ട്, പരിപാലിച്ചാട്ട്, വിടുവിച്ചാട്ട്, ദൈവകൃപ കൊണ്ട് പൊതിയും. മഹത്വം അങ്ങേക്ക് യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഗാഡ് ബ്ലസ് യു.